നമസ്കാരം. കേരളത്തിൽ ബി.ജെ.പിയുടെ സുവർണകാലം കഴിഞ്ഞെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണി. താൻ പ്രചാരണത്തിന് പോകാതെ തന്നെ പത്തനംതിട്ടയിൽ ആന്റണി ജയിക്കുമെന്ന് പറഞ്ഞ ആന്റണി പ്രചരണത്തിന് പോകാത്തത് ആരോഗ്യ കാരണങ്ങളാൽ ആണെന്നും വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ ബി.ജെ.പിയിൽ പോകുന്നത് തെറ്റാണെന്ന് ആന്റണി ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. മക്കളെപ്പറ്റി തന്നെക്കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട, താൻ ആ ഭാഷ ശീലിച്ചിട്ടില്ല, KSU കാലം മുതൽ കുടുംബം വേറെ രാഷ്ട്രീയം വേറെ എന്നാണ് തൻ്റെ നിലപാട്. പത്തനംതിട്ടയിൽ മകൻ അനിൽ ആന്റണി ജയിക്കണ്ടേ എന്ന ചോദ്യത്തിന് അനിൽ തോൽക്കണമെന്നും അവിടെ ആന്റണി ജയിക്കണമെന്നുമായിരുന്നു മറുപടി. തൻ്റെ മതം കോൺഗ്രസ് ആണെന്നും ബി.ജെ.പി എല്ലായിടത്തും 3ാം സ്ഥാനത്താകുമെന്നും ആന്റണിയുടെയും കരുണാകരൻ്റെയും മക്കൾ ബി.ജെ.പിയിലേക്ക് പോയതിനെപ്പറ്റിയുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകി. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി.ജെ.പി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഭരണഘടനാ മൂല്യങ്ങൾ അട്ടിമറിക്കപ്പെടുമെന്ന് എ.കെ. ആന്റണി പറഞ്ഞു. ബി.ജെ.പി സർക്കാർ വീണ്ടും അധികാരത്തിൽ എത്തിയാൽ ജനാധിപത്യത്തിൻ്റെ അന്ത്യത്തിന് തുടക്കമാകും. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ ബി.ജെ.പി ഭരണം അവസാനിപ്പിക്കണമെന്നും അതാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന ലക്ഷ്യമെന്നും ആന്റണി കൂട്ടിച്ചേർത്തു. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കാൻ കഴിയണം. ഭരണഘടന സംരക്ഷിക്കേണ്ട ഇന്ത്യ എന്ന ആശയത്തെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇത്. ഇന്ത്യ എന്ന ആശയം വലിയ വെല്ലുവിളി നേരിടുന്നു. 10 വർഷമായി നരേന്ദ്രമോദി സർക്കാർ ആ ആശയത്തെ ഞെക്കിഞ്ഞെരുക്കി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. RSSന്റെ പിൻസീറ്റ് ഭരണം അവസാനിപ്പിക്കലാകണം തെരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യം. ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണം. കേരളത്തിൽ പിണറായി വിജയന്റെ ജനദ്രോഹ നടപടികൾക്കെതിരായി 20 സീറ്റും UDFന് നൽകണമെന്നും എ.കെ. ആന്റണി അഭ്യർത്ഥിച്ചു. ഭരണഘടന നിർമ്മിച്ചതിൻ്റെ അവകാശം കോൺഗ്രസിനും അംബേദ്കർക്കും മാത്രമാണെന്നും എ.കെ. ആന്റണി പറഞ്ഞു. ഭരണഘടന സംരക്ഷിക്കുന്നതിനെ കുറിച്ച് വാചാലനാകുന്ന പിണറായി വിജയന്റെ പാർട്ടിക്ക് ഭരണഘടന ഉണ്ടാക്കിയതിൽ ഒരു പങ്കുമില്ല. കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് പിണറായി വിജയന്റെ പാർട്ടിയുടെ പൂർവികർ. എന്നിട്ടും കോൺഗ്രസിനെ ആക്ഷേപിച്ചാൽ കേരളം പിണറായിക്ക് മാപ്പ് കൊടുക്കില്ല. അരിയാഹാരം കഴിക്കുന്ന മലയാളികൾ പിണറായി വിജയന്റെ അവകാശവാദങ്ങൾ നിരാകരിക്കും. ഏപ്രിൽ 26-നാണ് അത് നടക്കുക. മലയോര മേഖലയിലെ വന്യജീവി ശല്യം കേരളത്തിലേതുപോലെ എവിടെയുമില്ല. മലയോര കർഷകരെ അവിടെ നിന്ന് ഓടിക്കാനുള്ള നീക്കം ഇതിന് പിന്നിലുണ്ടോ എന്നും സംശയമുണ്ട്. ജനം ഇതൊന്നും മറക്കില്ല. ജീവിക്കാൻ വഴിയില്ലാതെ റഷ്യയിൽ യുദ്ധം ചെയ്യാൻ വരെ യുവാക്കൾ പോകുന്നു. പ്രതീക്ഷ നശിച്ച് കേരളത്തിൽ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് യുവാക്കൾ തിരിച്ചറിയുന്നു. ഇങ്ങനെ പോയാൽ കേരളം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മാത്രം നാടായി മാറുമെന്നും എ.കെ. ആന്റണി പറഞ്ഞു. ഏറ്റവും വലിയ അബദ്ധമാണ് തുടർഭരണമെന്നും അതിൻ്റെ ദുരിതമാണ് കേരളം അനുഭവിക്കുന്നത് എന്നും എ.കെ. ആന്റണി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് സമയമായിട്ട് പോലും പാനൂരിൽ ബോംബുണ്ടാക്കുന്നു. പണ്ട് ഇത് സ്ഥിരം പരിപാടിയായിരുന്നു. വനിതകൾക്ക് സീറ്റ് നൽകിയത് കുറഞ്ഞതായി ആന്റണി പറഞ്ഞു. അത് സീറ്റ് പട്ടികയുടെ പോരായ്മയായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ കുറവ് പരിഹരിക്കുമെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി എ.കെ. ആന്റണി വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പല്ല. ഇന്ത്യ അടുത്ത വർഷം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ്. ഡു ഓർ ഡൈ. ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇത്. ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യ എന്ന ആശയത്തെ ഇല്ലാതാക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ബി.ജെ.പിയുടെ ഭരണം അവസാനിപ്പിക്കണം. RSSന്റെ പിൻസീറ്റ് ഡ്രൈവ് ഇല്ലാതാക്കണം. ഭരണഘടനാ മൂല്യങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കപ്പെടാനുള്ള തെരഞ്ഞെടുപ്പാണ്. മോദി വീണ്ടും അധികാരത്തിൽ എത്തിയാൽ എല്ലാം അട്ടിമറിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൻ്റെ സമഗ്ര മേഖലയും തകർത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. വനമേഖലയിലെ ജനങ്ങൾ ഓടിപ്പോകട്ടെ എന്ന ദുഷ്ടലാക്ക് ഉണ്ടോ ഇതിന് പിന്നിൽ എന്ന് പോലും സംശയിക്കുന്നു. പരമ്പരാഗത മേഖലയാകെ തകർന്നു. തീരദേശ ജീവിതം ദുസ്സഹമായി. ജീവിക്കാൻ വഴിയില്ലാതെ ആളുകൾ നാട് വിട്ടുപോകുന്നു. എന്നിട്ട് മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നു? ഇങ്ങനെ പോയാൽ കേരളം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മാത്രം നാടായി മാറും. കേന്ദ്രത്തിൽ ബി.ജെ.പിക്കെതിരെയും കേരളത്തിൽ പിണറായി ദുർഭരണത്തിന് എതിരെയും വിധിയെഴുതണമെന്നും എ.കെ. ആന്റണി വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു.